സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുന്നത് മനുഷ്യരെ പോലെ മൊബിലിറ്റി സ്കൂട്ടർ ഓടിക്കുന്ന ഒരു നായയുടെ ദൃശ്യങ്ങളാണ്. ചൈനയിലെ സിച്ചുവാൻ പ്രവിശ്യയിലെ മെയ്ഷാനിലെ ഒരു തെരുവിലൂടെ സ്കൂട്ടർ ഓടിച്ചു പോകുന്ന വാൻസി എന്ന ലാബ്രഡോർ നായയാണ് ഇന്റർനെറ്റിലെ പുതിയ സെൻസേഷൻ. വാൻസിയുടെ ഈ പ്രകടനം കണ്ട ആളുകൾ അമ്പരക്കുകയും വീഡിയോ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു. വാൻസിയുടെ ഡ്രൈവിംഗ് രീതി ഏറെ കൗതുകകരമാണ്. പിൻകാലുകളിൽ നിവർന്നു നിൽക്കുന്ന നായ മുൻകാലുകൾ സ്റ്റിയറിംഗ് വീലിൽ വെച്ചാണ് വിദഗ്ധമായി സ്കൂട്ടർ നിയന്ത്രിക്കുന്നത്. മനുഷ്യരെ പോലെ ബാലൻസ് ചെയ്തു പോകുന്ന ഈ കാഴ്ച തെരുവിൽ കണ്ടു നിന്നവരെല്ലാം അമ്പരപ്പിച്ചു. നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഡ്രൈവറെ പോലെയാണ് വാൻസി സ്കൂട്ടർ ഓടിച്ചു പോകുന്നത്. അത്യാവശ്യം തിരക്കുള്ള റോഡിലൂടെ മറ്റ് വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും റോഡിലെ തടസ്സങ്ങൾ ശ്രദ്ധയോടെ ഒഴിവാക്കി വാൻസി മുന്നോട്ട് നീങ്ങുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒരു പരിശീലനം ലഭിച്ച വ്യക്തിയെ പോലെ അത് റോഡിലൂടെ സഞ്ചരിക്കുന്നത് ആളുകൾ ആകാംക്ഷയോടെ നോക്കി നിന്നു. നായയുടെ ഈ അസാധാരണ ഡ്രൈവിംഗ് പ്രാവീണ്യം കണ്ട ആളുകൾ അമ്പരപ്പോടെ സംസാരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കേൾക്കാം. കാഴ്ചക്കാർ വാൻസിയെ അഭിനന്ദിക്കുകയും ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താൻ തിരക്ക് കൂട്ടുകയും ചെയ്തു. വാൻസിയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെ നായയുടെ ഉടമസ്ഥൻ ചില സുപ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തി. ഏകദേശം 1 മാസത്തോളമായി വാൻസിയെ സ്കൂട്ടർ ഓടിക്കാൻ പരിശീലിപ്പിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൃത്യമായ പരിശീലനത്തിലൂടെയാണ് നായ ഈ പ്രാവീണ്യം നേടിയെടുത്തത്. എന്നാൽ വാൻസിയുടെ കഴിവുകൾ സ്കൂട്ടർ ഓടിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ ലാബ്രഡോർ നായയ്ക്ക് മറ്റു പല കാര്യങ്ങളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. സ്കേറ്റിംഗ് ബോർഡിൽ സഞ്ചരിക്കുന്നതിലും വാൻസി ആരെയും അമ്പരപ്പിക്കും വിധം മുന്നിട്ട് നിൽക്കുന്നു. വീട്ടിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും വാൻസി മിടുക്കനാണ്. വീട്ടിലെ ലൈറ്റുകൾ ഓൺ ചെയ്യുക, മാലിന്യം ശേഖരിച്ച് പുറത്ത് വെക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം വാൻസി അനായാസേന കൈകാര്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു സാധാരണ വളർത്തുനായ എന്നതിലുപരി പരിശീലനം ലഭിച്ച ഒരു സഹായിയെ പോലെയാണ് വാൻസി വീട്ടിൽ പ്രവർത്തിക്കുന്നത്. വാൻസിയുടെ ഡ്രൈവിംഗ് സാധ്യമാകാൻ മൊബിലിറ്റി സ്കൂട്ടറിൽ ഉടമ ചില രൂപമാറ്റങ്ങൾ വരുത്തിയിരുന്നു. നായയ്ക്ക് സുരക്ഷിതമായി ഓടിക്കാൻ കഴിയുന്ന തരത്തിൽ പവർ കെട്ട, ബ്രേക്ക് ഉൾപ്പെടെയുള്ള മാറ്റങ്ങളോടെയാണ് സ്കൂട്ടർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ശ്രദ്ധേയമായ പ്രകടനം അധികം വൈകാതെ നിയമത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വീഡിയോ വൈറലായതിന് പിന്നാലെ പ്രാദേശിക ട്രാഫിക് പോലീസ് വിഷയത്തിൽ ഇടപെട്ടു. ഇത്തരം ഒരു കാര്യം പൊതുനിരത്തിൽ സംഭവിക്കുന്നത് ഇതാദ്യമാണെന്ന് ട്രാഫിക് മാനേജ്മെന്റ് ബ്യൂറോ വ്യക്തമാക്കി. ഒരു നായ പൊതുനിരത്തിലൂടെ വാഹനം ഓടിക്കുന്നത് നിയമപരമായി അനുവദനീയമല്ലെന്ന് അവർ ഉടമയെ അറിയിച്ചു. റോഡ് സുരക്ഷാ നിയമങ്ങൾ അനുസരിച്ച് വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് മതിയായ ലൈസൻസും നിയന്ത്രണ ശേഷിയും ഉണ്ടായിരിക്കണം. ഒരു നായ പൊതുനിരത്തിൽ വാഹനം ഓടിക്കുന്നത് റോഡിൽ യാത്ര ചെയ്യുന്ന മറ്റ് ആളുകളുടെയും വാഹനങ്ങളുടെയും സുരക്ഷയ്ക്ക് ഭീഷണിയാകാൻ സാധ്യതയുണ്ട്. വീഡിയോയെ അഭിനന്ദിക്കുമ്പോഴും ഇത് റോഡ് സുരക്ഷയെക്കുറിച്ചും ഇത്തരം പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകേണ്ടതിനെ കുറിച്ചുമുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. നായയുടെ ഉടമയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞെന്നും ഭാവിയിൽ ഇത്തരം പ്രകടനങ്ങൾ പൊതുനിരത്തിൽ ആവർത്തിക്കരുത് എന്ന് നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. വാൻസിയുടെ ഡ്രൈവിംഗ് പ്രാവീണ്യം സോഷ്യൽ മീഡിയയിൽ ഉപഭോക്താക്കളെ ആകർഷിച്ചുവെങ്കിലും പൊതുസുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യം ട്രാഫിക് പോലീസ് ഓർമ്മിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള മൃഗങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുമ്പോൾ തന്നെ അവ പൊതു ഇടങ്ങളിൽ മനുഷ്യന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ചൈനയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനം ലഭിച്ച നായകൾ പലതരം അത്ഭുത പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. ചൈനയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനം ലഭിച്ച നായകൾ പലതരം അത്ഭുത പ്രകടനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. എന്നാൽ തിരക്കുള്ള പൊതുനിരത്തിൽ ഒരു വാഹനം ഓടിക്കുക എന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്.